ഇനിയിപ്പോ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഭക്തിമയാണ്. ഒരിടത്ത് ആഗോള അയ്യപ്പ സംഗമം, മറ്റൊരിടത്ത് ബദൽ അയ്യപ്പ സംഗമം. പക്ഷേ ഈ ആത്മീയതാ മൂഡ് ആദ്യം ഓണാക്കിയത് ഞങ്ങളുടെ കോംറേഡ്സ് ആണ്. അതിന്റെ ക്രെഡിറ്റ് ആർക്കും കിട്ടിയിട്ടില്ല. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തിയത്. വർഷങ്ങൾ നീണ്ട തപസ്യക്കും ചർച്ചകൾക്കൊക്കെ ശേഷമാണ് നമ്മുടെ സഖാവ് ഇങ്ങനൊരു പരിപാടി ഏർപ്പാടാക്കിയത്. ശരി, എങ്കിൽ നമുക്ക് കുറച്ച് വർഷങ്ങളൊന്ന് പിന്നോട്ട് പോയി നോക്കിയാലോ. ചിലര് സാമൂഹ്യ പരിഷ്കരണങ്ങൾ വരുമ്പോ അത് എതിർക്കാൻ തയ്യാറാണ്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നിലപാട് ഉയർത്തിപ്പിടിച്ചും ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന പഴയ പിണറായി വിജയനാണ് അത്. ഇനി ശേഷം സ്ക്രീനിൽ പുതിയ പിണറായി വിജയൻ. തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത്? അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഭക്തജനങ്ങൾ തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം. ശബരിമലയുടെ വികസനത്തിനായി, ഭക്തരുടെ ക്ഷേമത്തിനായി ഭക്തിയുള്ളവരുടെ സംഗമം. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. കുളിച്ച് കൂറിയൊക്കെ തൊട്ട് വന്നിരിക്കുന്ന ആ ഒരു കാഴ്ച എത്ര മനോഹരാണ്. In this perspective, Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives with regards Yogi Adityanath. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്ന മന്ത്രി VN വാസവൻ. അല്ല, ഞങ്ങളുടെ കോംറേഡ്സ് ഇങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ കോംറേഡ്സ് അല്ല എന്ന് വിചാരിക്കണ്ടാവൂലേ. എല്ലാം വിധിയുടെ വിളയാട്ടം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്തൊക്കെ സതീശേട്ടി പറയണത്? ഈ പാപൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളയും? ആത്മീയതയിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നത്? ഒന്നുമില്ലെങ്കിൽ എല്ലാം ഭക്തർക്ക് വേണ്ടി ചെയ്യണതല്ലേ. അപ്പൊ അവരുടെ ആ ഒരു ശരീരഭാഷയിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ക്യാരക്ടർ വിടരുത്. വെറുതെ ആണോ സഖാവ് അയ്യപ്പൻ സിന്ദാബാദ് എന്ന് നിങ്ങൾ വിളിച്ചത് നാട്ടുകാർ കളിയാക്കണത്? പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആര് പറഞ്ഞു പിണറായി സഖാവിന് ഭക്തി ഇല്ലാന്ന്? മൂപ്പർക്ക് നല്ല ഭക്തി ഉണ്ട് എന്ന് നിങ്ങളാരും പറഞ്ഞതല്ല, പുള്ളിയുടെ ഇപ്പോഴത്തെ കൂട്ടുകാരൻ വെള്ളാപ്പള്ളി സാറ് പറഞ്ഞതാ. ഇവർക്കെല്ലാം മനസ്സുഭക്തിയാണെന്ന്. ഇപ്പൊ തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഇന്ന്. അപ്പൊ ഭക്തനല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാലേ മേടിച്ചില്ലേ സന്തോഷമായിട്ട്. പക്ഷേ 10,000 പേര് വരും പറഞ്ഞിട്ട് സഖാവ് പിണറായി വിജയന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം കസേരയൊക്കെ കാലിയായിന്ന് പുതിയൊരു സംസാരം ഉണ്ടല്ലോ സഖാവെ. നമുക്കതൊരു തിരിച്ചടിയാവോ? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെന്താ സംശയം? അതാണ് ക്യാപ്സ്യൂൾ ഇറക്കാൻ ഗോവിന്ദ മാഷുള്ളിടത്തോളം കാലം പിന്നെ എന്തിനാ മുത്തേ പേടിക്കണത്? ഒഴിഞ്ഞ കസേരകളെല്ലാം AI ആണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. അതെ, നിങ്ങൾ വിശ്വാസികളെ ചേർത്ത് നിർത്തി കഴിഞ്ഞെങ്കിൽ ഒന്നങ്ങോട്ട് മാറിക്കോ പ്ലീസ്. അല്ല, ഇവിടെ വേറെ കുറെ ആൾക്കാർ വിശ്വാസികളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാ. പക്ഷേ ഇവിടെ നടക്കുന്നത് വിശ്വാസികളുടെ സംഗമമാണ്. ഇവിടെ നടക്കുന്നത് ഭക്തന്മാരുടെ സംഗമമാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാറായില്ലേ, അതുകൊണ്ട് ഈ ആത്മീയത മൂഡ് പെട്ടെന്നൊന്നും ഓഫാക്കാൻ വഴിയില്ല. സംഗമങ്ങളൊക്കെ നല്ലതാണ്, അതുകൊണ്ട് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരുന്നാ മതി. അല്ല, ഈ കാട്ടിക്കൂട്ടിലൊക്കെ സ്വാമിയെ ഭരണമയ്യപ്പ എന്ന് പറയാൻ വേണ്ടിയാണോ എന്നാണ് നാട്ടുകാരെ വയ്ക്കണതേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.